പ്രധാനപ്പെട്ട വിവരത്തിലേക്ക് റിപ്പോർട്ടർ മെഗാലൈവത്തോൺ ബിഗ് ബ്രേക്കിംഗിലേക്കാണ് ഇനി. പകുതി വില തട്ടിപ്പിൽ നിർണായക നീക്കവുമായി ക്രൈംബ്രാഞ്ച്. ഐജിയുടെ നേതൃത്വത്തിൽ പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിക്കും. ക്രൈംബ്രാഞ്ച് മേധാവിയുടെ മേൽനോട്ടത്തിലാണ് അന്വേഷണം. ആനന്ദകുമാർ തട്ടിപ്പിന്റെ മുഖ്യ സൂത്രധാരനെന്നും 34,000 പേർ തട്ടിപ്പിനിരയായെന്നുമാണ് ക്രൈംബ്രാഞ്ചിന്റെ നിഗമനം. റോഷിപാൽ വിവരങ്ങളുമായി. റോഷിപാൽ, ചെറിയ കണക്കല്ല, 34,000 പേർ തട്ടിപ്പിനിരയായി എന്നുള്ളത് ഒരുപക്ഷെ സംസ്ഥാനത്തെ ഏറ്റവും വലിയ തട്ടിപ്പിന്റെ ചുരുളഴിക്കാനാണ് ഇപ്പോൾ അന്വേഷണ സംഘം നീങ്ങുന്നത്. എങ്ങനെയാണ് ക്രൈംബ്രാഞ്ചിന്റെ അന്വേഷണം? നിർണായക യോഗത്തിൽ എന്താണ് തീരുമാനം? സ്മൃതി, സംസ്ഥാനത്ത് വ്യാപകമായി തട്ടിപ്പ് നടന്ന ഒരു സാഹചര്യത്തിലാണ് അനന്തുകൃഷ്ണനും ആനന്ദകുമാറും ചേർന്ന് നടത്തിയ ഈ പാതി വില തട്ടിപ്പിൽ ക്രൈംബ്രാഞ്ച് നിർണായക നീക്കം നടത്തുന്നത്. ക്രൈംബ്രാഞ്ചിന്റെ പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിക്കും. ഒരുപക്ഷെ നാളെ തന്നെ ഔദ്യോഗിക തീരുമാനമുണ്ടാകും. ക്രൈംബ്രാഞ്ച് മേധാവിയുടെ നേതൃത്വത്തിൽ ചേർന്ന യോഗത്തിലാണ് ഏറ്റവും പ്രധാനപ്പെട്ട തീരുമാനം ഉണ്ടായിരിക്കുന്നത്. സംസ്ഥാനത്ത് ഏതാണ്ട് 34,000 പേരാണ് ഈ തട്ടിപ്പിന് ഇരയായെന്ന പോലീസിന്റെ പ്രാഥമിക നിഗമനം. ഇപ്പോൾ സംസ്ഥാനത്ത് ഓരോ ജില്ലയിലും 100 കണക്കിന് പരാതികളാണ് പോലീസ് സ്റ്റേഷനിലേക്ക് എത്തുന്നത്. ഇങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിക്കാതെ കേസന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ലെന്ന് ക്രൈംബ്രാഞ്ച് വിലയിരുത്തുന്നു. അതുകൊണ്ടാണ് സാമ്പത്തിക കുറ്റാന്വേഷണം അന്വേഷിക്കുന്ന ക്രൈംബ്രാഞ്ചിന്റെ പ്രത്യേക വിഭാഗം തന്നെ അന്വേഷിക്കും. പക്ഷേ അത് ഐജിയുടെ മേൽനോട്ടത്തിലാകും. അതിൽ തന്നെ ക്രൈംബ്രാഞ്ച് മേധാവി എച്ച് വെങ്കടേഷിന്റെ മേൽനോട്ടവും ഉണ്ടാകും. അങ്ങനെ വളരെ ഗൗരവത്തോടെ തന്നെ കേസന്വേഷണവുമായി മുന്നോട്ട് പോകാനുള്ള തീരുമാനത്തിൽ തന്നെയാണ് ക്രൈംബ്രാഞ്ച്. നിലവിൽ സംസ്ഥാന പോലീസ് മേധാവി സാമ്പത്തിക കുറ്റാന്വേഷണങ്ങൾ അന്വേഷിക്കുന്ന ക്രൈംബ്രാഞ്ചിന്റെ കൊച്ചി യൂണിറ്റിനാണ് കേസ് അന്വേഷണത്തിന്റെ ചുമതല കൈമാറിയത്. പക്ഷേ ആ കൊച്ചി യൂണിറ്റിന് മാത്രം ഈ കേസ് അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല. പരിമിതികളുള്ള സാഹചര്യത്തിൽ കൂടിയാണ് ഇതിനൊരു പ്രത്യേക അന്വേഷണ സംഘത്തെ രൂപീകരിക്കാനുള്ള തീരുമാനത്തിലേക്ക് ക്രൈംബ്രാഞ്ച് എത്തുന്നത്. ഏതായാലും ഏറ്റവും പ്രധാനപ്പെട്ട ആ തീരുമാനം ക്രൈംബ്രാഞ്ച് എടുത്തിരിക്കുന്നു. ഈ അന്വേഷണം വളരെ ഗൗരവത്തോടെ തന്നെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള തീരുമാനമാണ്. കാരണം സംസ്ഥാനത്ത് ഇതുവരെ ഇല്ലാത്ത രീതിയിൽ 34,000 പേർ വഞ്ചിക്കപ്പെട്ടു, പറ്റിക്കപ്പെട്ടു എന്ന പ്രാഥമിക അന്വേഷണത്തിൽ തന്നെ പോലീസിന് ബോധ്യപ്പെട്ട ഒരു സാഹചര്യത്തിലാണ് വിപുലമായ ഒരു അന്വേഷണത്തിന് തയ്യാറെടുക്കുന്നത് ക്രൈംബ്രാഞ്ച്. വിപുലമായ അന്വേഷണ സംഘമുണ്ടാകും. ഐജിയുടെ നേതൃത്വത്തിൽ ക്രൈംബ്രാഞ്ച് മേധാവിയുടെ മേൽനോട്ടത്തിൽ SP-മാരും DYSP-മാരും അടങ്ങുന്ന വലിയ സംഘമായിരിക്കും ഇനി ഈ അനന്തുകൃഷ്ണന്റെ പാതി വില തട്ടിപ്പിന്റെ അന്വേഷണം നടത്തുക. ഏതായാലും ഇനി ലോക്കൽ പോലീസിലുള്ള ഈ കേസ് ഫയലുകൾ അത് പൂർണ്ണമായും ഏറ്റെടുത്തുകൊണ്ട് മുന്നോട്ട് പോകാനുള്ള തീരുമാനം. അനന്തുകൃഷ്ണന് പിന്നാലെ തന്നെ ആനന്ദകുമാറിനെ കൂടെ കസ്റ്റഡി എടുക്കാനുള്ള നീക്കം ഏതായാലും ക്രൈംബ്രാഞ്ചിന്റെ ഭാഗത്തുനിന്നുണ്ടാകും. ഇനി ഇത് ഏതാണ്ട് കോടിക്കണക്കിന് രൂപയുടെ തട്ടിപ്പ് നടന്ന ഒരു പശ്ചാത്തലത്തിൽ കൂടി നേരത്തെ രൂപീകൃതമായ ക്രൈംബ്രാഞ്ചിന്റെ തന്നെ ഈ പ്രത്യേക സാമ്പത്തിക കുറ്റകൃത്യങ്ങൾ അന്വേഷിക്കുന്ന വിഭാഗത്തിന് അത് കൈമാറേണ്ടതാണ്. അങ്ങനെയാണ് അത് കൈമാറിയത് സംസ്ഥാന പോലീസ് മേധാവി. പക്ഷേ നിലവിലെ സാഹചര്യത്തിൽ അവരുടെ പരിമിതി കൂടെ മനസ്സിലാക്കിക്കൊണ്ടാണ് ഇത്തരം ഒരു തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നത് എന്നാണ് അറിയാൻ കഴിയുന്നത്. ഏതായാലും നാളെ തന്നെ അതിന്റെ ഉത്തരവ് പുറത്തിറങ്ങും എന്നാണ് ഒടുവിൽ അറിയുന്നത്. സ്മൃതി, ആനന്ദകുമാർ മുഖ്യപ്രതിയാകുമെന്നുള്ള കാര്യം ഏതാണ്ട് ഉറപ്പിക്കുകയാണല്ലോ റോഷിപാൽ. പോലീസിന്റെ പ്രാഥമിക അന്വേഷണത്തിൽ ആനന്ദകുമാറിന് ഇതിൽ മുഖ്യ പങ്കാളിത്തമുള്ളതായി ബോധ്യപ്പെട്ടിട്ടുണ്ട്. കാരണം ഈ തട്ടിപ്പിന്റെ ആസൂത്രകൻ ആയി ആനന്ദകുമാറിനെ സംശയിക്കുന്നുമുണ്ട്. ഈ പലയിടങ്ങളിലായി ഇങ്ങനെ സൊസൈറ്റികൾ രൂപീകരിക്കുമ്പോൾ ഈ സൊസൈറ്റിയിൽ അനന്തുകൃഷ്ണൻ എന്ന ഈ വ്യക്തിയെ, ഈ തട്ടിപ്പുകാരനെ പരിചയപ്പെടുത്തുന്നത് ആനന്ദകുമാറാണ്. മാത്രവുമല്ല ഇയാൾ ദേശീയ കോർഡിനേറ്ററാണെന്ന രീതിയിൽ പരിചയപ്പെടുത്തുകയും ചെയ്തു. സ്വായി ഗ്രാമവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഒരു സാമൂഹ്യ പ്രവർത്തകനാണെന്ന വിശേഷണം കൂടി അനന്തുകൃഷ്ണൻ നൽകിയിരുന്നു. അങ്ങനെ ഒരു വിശ്വാസത്തെ നേടിയെടുക്കാൻ ഈ ആനന്ദകുമാറിന് ആനന്ദകൃഷ്ണന് വിശ്വാസം നൽകാൻ ആനന്ദകുമാർ ശ്രമിച്ചിട്ടുണ്ട് എന്ന് പോലീസിന് ബോധ്യമായ ഒരു സാഹചര്യമുണ്ട്. അങ്ങനെയുള്ള മൊഴികൾ ഇപ്പോൾ തന്നെ പോലീസിന് ലഭിക്കുകയും ചെയ്തു. സാമ്പത്തിക ഇടപാടുകൾ പ്രതിമാസം ഒരു നിശ്ചിത തുക ശമ്പളമായി ആനന്ദകുമാറിന് നൽകിയതിന്റെ അക്കൗണ്ട് വിവരങ്ങൾ കൂടി പോലീസ് ശേഖരിച്ചു കഴിഞ്ഞു. ഈ ഒരു സാഹചര്യത്തിൽ ഈ മുഖ്യ പ്രതിസ്ഥാനത്തേക്ക് ആനന്ദകുമാർ വരും എന്ന വിവരങ്ങൾ കൂടി പുറത്തു വരുന്നുണ്ട്. പോലീസ് ഏതായാലും നിലവിൽ വളരെ വിശദമായ പരിശോധനയിലേക്ക് കടന്നു കഴിഞ്ഞു. ബാങ്ക് അക്കൗണ്ട് വിശദാംശങ്ങളുടെ ശേഖരിച്ച വിശദാംശങ്ങൾ അത് വളരെ വിശദമായി തന്നെ പരിശോധിച്ച് മുന്നോട്ട് പോവുകയാണ്. ഇനിയും കൂടുതൽ കേസുകൾ രജിസ്റ്റർ ചെയ്ത് തന്നെയാണ് മുന്നോട്ട് പോകാനുള്ള സാധ്യത. 4 തരത്തിലുള്ള തട്ടിപ്പ് നടത്തിയെന്ന് കണ്ടെത്തിയിട്ടുള്ള ഇരുചക്രവാഹനവും ലാപ്ടോപ്പ് അടക്കമുള്ള 4 തരത്തിലുള്ള തട്ടിപ്പുകളാണ് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത്. ആ കേസുകൾ തന്നെ അത് ഒറ്റ കേസാക്കി മാറ്റാനുള്ള ആലോചനയും
ക്രൈംബ്രാഞ്ചിന്റെ ഭാഗത്തുനിന്നുണ്ട്. ഏതായാലും അങ്ങനെയുള്ള നിയമവശങ്ങൾ വളരെ വിശദമായി മറുഭാഗത്ത് പരിശോധിക്കുന്നുണ്ട്. ഒരു വിഷയമുള്ളത് ഇതിലിപ്പോൾ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയെ മാത്രം പ്രതിക്കൂട്ടിലാക്കാൻ പറ്റില്ല എന്നുള്ളതാണ്. അനന്തകൃഷ്ണന്റെ ബന്ധങ്ങൾ ആ തരത്തിൽ വ്യാപകമാണ്. എല്ലാ രാഷ്ട്രീയ പാർട്ടിയിലെയും പ്രമുഖരുമായി ബന്ധം, എല്ലാ രാഷ്ട്രീയ പാർട്ടികളിലെയും MLA-മാരെ ഉപയോഗപ്പെടുത്തുന്നു, മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് വരെ നീങ്ങുന്നു ആ ബന്ധം എന്നതിന്റെ സൂചനകൾ ഇപ്പോൾ KM എബ്രഹാമിന് ബന്ധുവിനെ സഹായിച്ച വിവരങ്ങളടക്കം ബന്ധുവിനെ സഹായിച്ച അടക്കമുള്ള വിവരങ്ങൾ ഇതിനകം പുറത്തു വരികയാണ്. ആ നിലയ്ക്ക് എല്ലാ ഭാഗത്തേക്കും വ്യാപിക്കുന്നതാണ് ഈ തട്ടിപ്പ്. അപ്പോൾ ക്രൈംബ്രാഞ്ച് അന്വേഷണം ആ തരത്തിൽ എല്ലാത്തിലേക്കും നീങ്ങുമെന്ന് നമുക്ക് ഈ ഘട്ടത്തിൽ ഉറപ്പിക്കാമോ? സ്മൃതി, ഒരു സംശയവുമില്ല, രാഷ്ട്രീയ നേതാക്കളുടെ ഇടപെടൽ കൃത്യമായി പരിശോധിക്കും. കാരണം ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് സായി ഗ്രാമത്തിന്റെ ഒരു പ്രധാനിയായ, അതിന്റെ ആ ചാരിറ്റി പ്രവർത്തനത്തിന്റെ ഏറ്റവും പ്രധാനിയായ ആനന്ദ്കുമാറാണ് ഓരോ ഇടങ്ങളിലും രാഷ്ട്രീയ നേതാക്കളെയും സാമൂഹ്യ പ്രവർത്തകരെയും എല്ലാവരെയും ഈ അനന്തകൃഷ്ണൻ എന്ന വ്യക്തിയെ പരിചയപ്പെടുത്തുന്നത്. അങ്ങനെ വിശ്വാസ്യതയുള്ള ഒരു സാമൂഹ്യ പ്രവർത്തകനായ ആനന്ദ്കുമാർ പരിചയപ്പെടുത്തുമ്പോൾ അത് വിശ്വസിച്ചുകൊണ്ടാണ് എല്ലാവരും ചേർത്ത് നിർത്തത്. അനന്തകൃഷ്ണൻ എന്ന ഒരു ചാരിറ്റി പ്രവർത്തകൻ എന്ന നിലയിൽ ചേർത്ത് നിർത്താൻ ശ്രമിച്ചതും അങ്ങനെ പ്രതിസന്ധിയിലായ അല്ലെങ്കിൽ വഞ്ചിതരായ ഒട്ടേറെ പേരുണ്ട്. അതിനപ്പുറത്തേക്ക് അനന്തകൃഷ്ണനിൽ നിന്നും അനധികൃതമായി പണം കൈപ്പറ്റിയ രാഷ്ട്രീയ നേതാക്കൾ, അനന്തകൃഷ്ണനെ സഹായിച്ച രാഷ്ട്രീയ നേതാക്കൾ, അനന്തകൃഷ്ണൻ ഏതാണ്ട് കുറച്ചു കാലമായി ഈ തട്ടിപ്പ് അനന്തകൃഷ്ണന്റെ തട്ടിപ്പാണെന്ന് ബോധ്യമായ കുറേ പേരുണ്ടായിരുന്നു. അനന്തകൃഷ്ണൻ ബോധപൂർവം ഈ പണവുമായി മുങ്ങും എന്ന ചില സൂചനകൾ തന്നെ ഉണ്ടായിരുന്നു, ചില പ്രൊമോട്ടർമാർ പറയുന്നുണ്ടായിരുന്നു. ആ ഘട്ടത്തിലൊക്കെ അനന്തകൃഷ്ണന് സഹായം നൽകിയ രാഷ്ട്രീയ നേതാക്കൾ ആരൊക്കെ, അനന്തകൃഷ്ണനിൽ സ്ഥിരമായി പണം കൈപ്പറ്റിയ രാഷ്ട്രീയ നേതാക്കൾ ആരൊക്കെ എന്നൊക്കെ വിശദമായി ക്രൈംബ്രാഞ്ചിന് പരിശോധിക്കേണ്ടി വരും. കാരണം ഈ തട്ടിപ്പിന്റെ ഭാഗമായി പ്രതിഫലം പറ്റിയവരൊക്കെ ഇതിൽ പ്രതിക്കൂട്ടിലാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. അതിന് കൊടിയുടെ നിറ വ്യത്യാസമില്ലാതെ തന്നെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളിലെയും പല പ്രധാനപ്പെട്ട നേതാക്കളും ജനപ്രതിനിധികളും ഒക്കെ അനന്തകൃഷ്ണൻ എന്ന തട്ടിപ്പുകാരിൽ നിന്നും നിരന്തരം അത് പ്രതിമാസം പണം കൈപ്പറ്റിയവരുണ്ട്, അല്ലാതെ ഇടക്കൊക്കെ പണം പിരിച്ചെടുത്ത ആളുകളുണ്ട്, അത് പാർട്ടി ഫണ്ടിലേക്ക് പിരിച്ചവരുണ്ട്, വ്യക്തിപരമായി പണം വാങ്ങിയവരുണ്ട്. അവരുടെയൊക്കെ വിശദാംശങ്ങൾ പോലീസ് ശേഖരിച്ചു കഴിഞ്ഞു. ആ വിശദാംശങ്ങളുടെ അടിസ്ഥാനത്തിൽ അവരുടെ മൊഴി കൂടി ശേഖരിച്ചാകും മുന്നോട്ട് പോവുക. ഏതായാലും പണം കൈപ്പറ്റിയവർ അല്ലെങ്കിൽ പ്രതിഫലം ലഭിച്ചവരൊക്കെ പ്രതിക്കൂട്ടിലാകാനുള്ള സാധ്യതയാണെന്ന് പോലീസിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന വിവരം. സ്മൃതി, ശരി, റോഷിപാലാണ് വിവരങ്ങൾ നൽകിയത്.